ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കും. കാരണം വെക്കേഷനൊക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ എൻ്റെ ചാനലിടുന്നത് ഇലക്ട്രോണിക്സ് എന്താ, റോബോട്ടിക്സ് എന്താ, പാർട്ട് രൂപത്തിലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് ഇലക്ട്രോണിക്സ് എന്താണെന്നുള്ളത് പാർട്ടായിട്ടിടും. ഏകദേശം ഒരു 30 പാർട്ടെങ്കിലും ഇലക്ട്രോണിക്സ് ഉണ്ടാവും. അപ്പോൾ ഇലക്ട്രോണിക്സിൽ ആദ്യം നമുക്ക് കുറച്ച് കമ്പോണൻസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ LED, മോട്ടോഴ്സ്, സെൻസേഴ്സ് എന്നൊക്കെ പോലത്തെ അതല്ലാതെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്പോണൻ്റ് ഉണ്ട്. അതാണ് റെസിസ്റ്റർ. ഇന്നത്തെ വീഡിയോ റെസിസ്റ്റർ എന്താണെന്നുള്ളതും എങ്ങനെ റെസിസ്റ്റർ യൂസ് എന്നൊക്കെ ഉള്ളതും ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ജസ്റ്റ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിത് എന്താണ് നോക്കാം. എന്താണ് റെസിസ്റ്റർ? റെസിസ്റ്റർ എന്ന് പറയുകയാണെങ്കിൽ കറണ്ട് ലിമിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ജസ്റ്റ് ഒരു കമ്പോണൻ്റാണ് റെസിസ്റ്റർ. റെസിസ്റ്റർ പലതരത്തിലുള്ള റെസിസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ 2 ടൈപ്പ് ഞാൻ പറഞ്ഞില്ല. ഒന്ന് ഫിക്സഡും ഒന്ന് വേരിയബിളും. ഫിക്സഡ് പറയുമ്പോൾ വാല്യൂ ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. എന്നാൽ വേരിയബിൾ എന്ന് പറയുകയാണെങ്കിൽ വാല്യൂ ചേഞ്ച് ചെയ്യാൻ കഴിയും. ഈ 2 ടൈപ്പ് റെസിസ്റ്റേഴ്സ് ഉള്ളത്. ഇനി ഫിക്സഡ് എന്തൊക്കെയാണ്, എന്തിനെ റെസിസ്റ്റർ യൂസ് ചെയ്യാന്നുള്ളത് ഒന്നും കൂടി മനസ്സിലാകുന്നത്. അപ്പോൾ നമുക്ക് ഒരു LED 3 വോൾട്ടാണ്, എന്നാൽ ബാറ്ററി 9 വോൾട്ടാണ്. ഈ ബാറ്ററി 9 വോൾട്ട് നേരെ 3 വോൾട്ട് കൊടുത്താൽ ഡാമേജ് ആയി പോകും LED. അതുകൊണ്ട് നമുക്ക് ആ LED റെസിസ്റ്റർ യൂസ് ചെയ്തിട്ട് ബാറ്ററി കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ ബാറ്ററിയിൽ നിന്ന് വരുന്ന പവർ എന്ത് ചെയ്യും, ഈ റെസിസ്റ്റർ എന്ത് ചെയ്യും, കുറക്കും. അതിന് ശേഷം LED വിടും. അങ്ങനെ ആകുമ്പോൾ എന്താവും, ഈ LED കറക്റ്റായിട്ട് ബ്ലിങ്ക് ചെയ്യും. അതിന് ഡാമേജ് ഒന്നും വരില്ല. ഇനി പൊട്ടൻഷ്യൽ വേരിയബിൾ റെസിസ്റ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഫിക്സഡ് റെസിസ്റ്ററിൻ്റെ കേസിലാണ്. ഇനി വേരിയബിൾ റെസിസ്റ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ വേരിയബിൾ റെസിസ്റ്റർ ആദ്യം ബാറ്ററി കണക്ട് ചെയ്യാം, എന്നിട്ട് വേരിയബിൾ റെസിസ്റ്റർ കണക്ട് ചെയ്യുക, എന്നിട്ട് LED കണക്ട് ചെയ്യുക. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ വേരിയബിൾ റെസിസ്റ്റർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ഈ LEDൻ്റെ ബ്രൈറ്റ്നസ്സും കൂടും കുറയും ചെയ്യും. ഇതാണ് ഈ റെസിസ്റ്ററിൻ്റെ മെയിൻ പണി. സിമ്പിളായി പറയുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റിനെ ബ്രേക്ക് പിടിക്കുന്നതാണ് ഇതിൻ്റെ പണി. ഇനി റെസിസ്റ്ററിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഓം എന്ന രൂപത്തിലാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ 1K ഓം, 1K ഓംസ്, 2K ഓംസ്, 100K ഓംസ് എന്നൊക്കെയാണ് ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ നമ്മൾ പറയാറുള്ളത്. ഇനി എങ്ങനെ ഇതിൻ്റെ വാല്യൂ കണ്ടെത്തുക എന്നുള്ളതല്ലേ ഞാൻ മുമ്പിൽ കാണുന്ന ചാർട്ടിൽ നോക്കി പറയാം. നമുക്ക് ആദ്യം തന്നെ മുമ്പിൽ കാണുന്ന ഈ ഒരു 4 ബാൻഡ് റെസിസ്റ്ററിൻ്റെ വാല്യൂ പറയും. ഞാനിവിടെ 4 ബാൻഡ് റെസിസ്റ്ററിനെ കുറിച്ചാണ് പറഞ്ഞത്. ബാക്കി അതൊക്കെയാണ് നമ്മൾ ബേസ് ആയിട്ട് വരുന്നത്. 4 ബാൻഡ് റെസിസ്റ്റർ പറയുമ്പോൾ 4 കളേഴ്സ് ഉണ്ടാവും. ഫസ്റ്റത്തെ കളറ് ഫസ്റ്റ് ഡിജിറ്റും, സെക്കൻഡ് കളറിന് സെക്കൻഡ് ഡിജിറ്റ്, മൂന്നാമത്തെ കളറിന് മൾട്ടിപ്ലെയറും, നാലാമത്തെ കളറിന് ടോളറൻസും എന്ന് പറയാം. ഈ റെസിസ്റ്റർ പിടിക്കേണ്ടത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടോളറൻസ് ആയ ഗോൾഡ്, സിൽവർ ആയിട്ടുള്ള കളേഴ്സ് നമ്മൾ റൈറ്റ് ഹാൻഡ് ഭാഗത്തോട്ട് പിടിച്ചതിന് ശേഷം നമ്മൾ ലെഫ്റ്റ് ഭാഗത്തുള്ള കളേഴ്സ് നോക്കുക. യെല്ലോ, വയലറ്റ്, ഓറഞ്ച്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിന് എന്തൊക്കെയാണ് വാല്യൂ, ഓരോ കളറിന് എന്തൊക്കെയാണ് വാല്യൂ എന്നുള്ളത് ഞാൻ അടിയിൽ കാണുന്നുണ്ട്. അതിന് ബ്ലാക്കിന് 0, ബ്രൗണിന് 1, റെഡിന് 2, ഓറഞ്ചിന് 3, യെല്ലോക്ക് 4, ഗ്രീനിന് 5, ബ്ലൂക്ക് 6, വയലറ്റിന് 7, ഗ്രേക്ക് 8, വൈറ്റിന് 9. ഇതൊന്നും ഈ കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ ഈ ചാർട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇനി ഇതിൽ നോക്കി നിങ്ങൾക്ക് പറയാൻ കഴിയണം, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് പഠിക്കാൻ നിർബന്ധമില്ല. ഇത് ഗൂഗിളിൽ ഇതിൻ്റെ കാൽക്കുലേറ്റർ, റെസിസ്റ്റർ കളർ കോഡ് കാൽക്കുലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതാ ഫസ്റ്റ് കളർ അടിച്ചെടുക്കുന്നത്, ഫസ്റ്റ് കളർ, സെക്കൻഡ് കളർ, തേർഡ് കളർ, ഫോർത്ത് കളർ, ഈ 4 കളർ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് എത്ര ഓംസ് റെസിസ്റ്റർ ആണൊക്കെ അവർ പറഞ്ഞുതരും. പിന്നെ ഇതൊന്നും എങ്ങനെയെന്ന് നമുക്ക് ഇവിടെ ചാർട്ട് നോക്കി പഠിക്കാം. ഫസ്റ്റ് നമ്മൾ ഈ മേലുള്ള റെസിസ്റ്റർ ആദ്യം നോക്കാം. അത് യെല്ലോ ആണ് അതിന് ഫസ്റ്റ് കളർ, അതായത് 4. പിന്നെ വയലറ്റ് 7. പിന്നെ അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടി 47. ഇനിയും മൾട്ടിപ്ലയർ അല്ലേ, അപ്പോൾ നമ്മൾ 47 ഇൻറ്റു മൾട്ടിപ്ലൈ, മൂന്നാമത്തെ കളർ ഏതാ, ഓറഞ്ച് അല്ലേ, റെഡ് അല്ലേ. റെഡ് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ 2 ആണ്. 2 പറയുമ്പോൾ 1ക്ക് 2 0 ഇട്ട് കൊടുക്കുക, അതായത് 100. റെഡ് പറയുമ്പോൾ 2 0 ഉണ്ടാവും, 1ക്ക് 2 0 ഉണ്ടാവും. ഇപ്പോൾ ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ 1ക്ക് 3 0 ഉണ്ടാവും. ഇനി യെല്ലോ ആണെങ്കിൽ 1ക്ക് 4 0 ഉണ്ടാവും. അത് അങ്ങനെയായിരിക്കും. ഇപ്പോൾ റെഡ് പറയുമ്പോൾ എന്താണ്, 2 0 കൂട്ടുക, അതായത് 47 ഇൻറ്റു 100. 47 ഇൻറ്റു 100 പറയുമ്പോൾ 4700 ആണ്. അതായത് 4700 ഓംസ് ആണ് നമ്മളെ ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ. ഇനിയാണ് ടോളറൻസ് എന്താണുള്ളത്. ടോളറൻസ് എന്ന് പറയുകയാണെങ്കിൽ
രണ്ട് കളർ ഉണ്ടാവും 4 ബാൻഡിൽ, സിൽവറും ഗോൾഡും. സിൽവർ എന്ന് പറയുമ്പോൾ 10%, ഗോൾഡ് എന്ന് പറയുമ്പോൾ 5%. 5% ഇവർ ഉദ്ദേശിക്കുന്നത് പറയുമെങ്കിൽ 5% കൂടാം അല്ലെങ്കിൽ കുറയാം എന്നാണ് അവർ പറഞ്ഞത്. ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ 5% കൂടാം, 4700 5% കൂടാം അല്ലെങ്കിൽ 5% കുറയാം. കറക്റ്റായിട്ടുള്ളൊരു വാല്യൂ അവർക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഗോൾഡ് 10% ആണ്, 10% കൂടാം കുറയാം. അപ്പോൾ ഇവിടെ 5% ആണ്. അതായത് ഈ റെസിസ്റ്ററിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ക്ലിയർ ആയിട്ടാണ്, ഏകദേശം ആണ് 4722 അങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഓംസ് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഓംസ് എത്ര നമുക്ക് ചാർട്ട് നോക്കി പഠിച്ചു. ഇനി ചാർട്ട് നോക്കി പഠിക്കണ്ട, നിങ്ങൾക്ക് ഒരു മൾട്ടിമീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ റെസിസ്റ്ററിൻ്റെ വാല്യൂ കണ്ടെത്താം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ റെസിസ്റ്റർ എന്താ, അത് ഞാൻ ലാസ്റ്റായിട്ട് കാണിച്ചു തരാം അതിൻ്റെ വീഡിയോ എന്താണ്. ഇതാണ് റെസിസ്റ്റർ എന്നുള്ളത്. റെസിസ്റ്ററിൻ്റെ യൂസും റെസിസ്റ്റർ എന്തിനൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. അതായത് റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത് ഒന്നുകൂടി പറഞ്ഞുതരാം. ഇപ്പോൾ 9 വോൾട്ടിൻ്റെ ബാറ്ററി ആണെന്നുണ്ട്, നമ്മുടെ കയ്യിലുള്ള കമ്പോണൻറ്റ് ചെറിയൊരു സാധനം, മോട്ടർ അല്ലെങ്കിൽ LED, ഇതൊക്കെ ചെറിയ വോൾട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള വോൾട്ടിലോട്ട് ഈ ബാറ്ററിയിൽ നിന്ന് വരുന്ന പവറിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ റെസിസ്റ്റർ യൂസ് ചെയ്യുക. കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ, ഡിവൈഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഓഡിയോ ക്ലിയർ കൂട്ടാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ റെസിസ്റ്റർ യൂസ് ചെയ്യും. അപ്പോൾ ഇതാണ് റെസിസ്റ്റർ. ഇനി റെസിസ്റ്റർ മൾട്ടിമീറ്റർ യൂസ് ചെയ്തിട്ട് എങ്ങനെ കണ്ടെത്താം, വാല്യൂ കണ്ടെത്താം എന്നുള്ളത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിതാ എൻ്റെ കയ്യിൽ റെസിസ്റ്റർ എടുത്തിട്ടുണ്ട്, കൂടെ മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട്. മൾട്ടിമീറ്ററിൻ്റെ വീഡിയോ ഒക്കെ പെട്ടെന്നായിട്ട് വരും. അപ്പോൾ ഞാൻ ഈ റെസിസ്റ്ററിൻ്റെ കളർ വാല്യൂ എത്രയെന്നും ഒന്ന് കമൻറ്റ് ചെയ്യാൻ കഴിയുമോ? ഇതിൻ്റെ കളർ ഇതാ, ബ്രൗണ്, ബ്ലാക്ക്, റെഡ്, ഗോൾഡ്. ജസ്റ്റ് കമൻറ്റ് ചെയ്യാം, ചാർട്ടിൽ നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇതാ ഇതിൻ്റെ വാല്യൂ എത്രയും നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ മൾട്ടിമീറ്ററിൽ ഓഫിൽ നിന്ന് ഞാൻ 2000 ഇട്ടിട്ടുണ്ട്. 20K ഇട്ടിട്ടുണ്ട്. 20K ഓംസിൻ്റെ ഭാഗത്തോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതാ ഈ റെസിസ്റ്ററിൻ്റെ ഒരു ഭാഗത്ത് റെഡും ഒരു ഭാഗത്ത് ബ്ലാക്കും ആയിട്ട് മൾട്ടിമീറ്ററിൻ്റെ നോബ് ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ 98, 99 ആ ഒരു ലെവലിലുള്ള വാല്യൂ വരുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് മാറ്റിയിട്ട് നോക്കാം. ഞാൻ 2000 ഇട്ടു. ഇനി കാണാൻ കഴിയുക 983, 988 ആ ഒരു ലെവലിലാണ് ഇപ്പോൾ കാണുന്നത്. അതായത് ഏകദേശം 1000 അടുത്ത്. അങ്ങനെ പറയുമ്പോൾ 1K ഓംസിൻ്റെ റെസിസ്റ്ററാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അതായത് 1000 ഓംസ് റെസിസ്റ്റർ. ഇനി അടുത്ത റെസിസ്റ്റർ ഞാൻ എടുക്കുകയാണ്. ഇതിൻ്റെ വാല്യൂ ഞാൻ പറഞ്ഞുതരാം. 100K ഓംസിൻ്റെ റെസിസ്റ്ററാണ്. ഇനി ഇത് മൾട്ടിമീറ്ററിലൊന്ന് നോക്കി നോക്കുക. ആദ്യം ഞാനിതാ ജസ്റ്റ് കണക്ട് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ 2 നോബും 2 ഭാഗത്തായിട്ട് വെക്കുകയാണ്. വെച്ചു. ഇപ്പോൾ എനിക്കിതിലൊന്നും കാണാൻ കഴിയില്ല, ജസ്റ്റ് 1 മാത്രം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്തു. ഇത് ഇതിലേറെ കൂടുതലാണെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഞാൻ 200K ഇട്ട് കൊടുത്തു. ഇപ്പോൾ തന്നെ 190, 88 എന്നുള്ള ലെവലിൽ വന്നിട്ടുണ്ട്. അതായത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല 100K ഓംസ് റെസിസ്റ്ററാണ്. അപ്പോൾ ജസ്റ്റ് ഏകദേശം ആയിട്ടേ കിട്ടുള്ളൂ. 5% കൂടാം കുറയാം എന്ന് ഞാൻ പറഞ്ഞത്, ടോളറൻസ്. അതായത് 5% കുറയാം കൂടാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായാലും കറക്റ്റ് 900 കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഞാൻ അത് 2000K ഇട്ടു. ഇപ്പോൾ ഇത് 107, 106 എന്നുള്ള വാല്യൂ കിട്ടിയിട്ടുണ്ട്. അതായത് 100K ഓംസിൻ്റെ റെസിസ്റ്ററാണ്. ജസ്റ്റ് മനസ്സിലാക്കുക, നമുക്ക് ഏകദേശം കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ ഈ 2 റെസിസ്റ്റർ, ഇത് 1K ഓംസിൻ്റെ റെസിസ്റ്ററും 100K ഓംസിൻ്റെ റെസിസ്റ്ററും. അപ്പോൾ മൾട്ടിമീറ്ററിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മൾട്ടിമീറ്റർ യൂസ് ചെയ്ത് റെസിസ്റ്ററിൻ്റെ വാല്യൂ കണ്ടെത്തുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് വല്ല ഡൗട്ടുകളുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്.